ഇൻഷാ അള്ളാ ഇനിയും മക്കത്തെത്താൻ വേണ്ടി ഉണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അനിയനോടും കടയത്തെ എല്ലാവരോടും സലാമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ടോ. ഞങ്ങൾക്ക് ജിദ്ദത്തെ നോർത്ത് എയർപോർട്ടിൽ നിന്ന് എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു ചെറിയ എയർപോർട്ട് പോലെയായിട്ട് എനിക്ക് തോന്നിയത്. എന്താ ബോർഡിംഗ് പാസ് എടുക്കണ വരെയൊക്കെ നമുക്ക് അതായത് ഹസ്ബൻഡ് ആരാ കൂടുതലൊക്കെ വരെ കേട്ടോ. കാക്കും അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്കാക്കിട്ടോ. ലഗേജ് കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ ഹാൻഡ് ബാഗിൽ അത്യാവശ്യം സാധനമൊക്കെ ഉണ്ടായിന്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച അതിരി വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. കാരണം ആദിമോൻ്റെ ബാഗും എൻ്റെ ബാഗും രണ്ടും എൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ക്ഷീണിച്ചിനി. പിന്നെ അതും മാത്രമല്ല ഞങ്ങൾക്ക് ജിദ്ദ ടു മസ്കറ്റ് ടു കാലിക്കറ്റ് എയർപോർട്ട് അങ്ങനെ എണീറ്റു. അതുകൊണ്ട് തന്നെ ആ ഒരു ഇറങ്ങിക്കയറ്റം ഞങ്ങൾക്ക് നല്ലോണം ക്ഷീണം ഉണ്ടാക്കിയിട്ടോ. പിന്നെ 1.5 മണിക്കൂറുള്ളിന്. അപ്പോൾ പിന്നെ ഒരു ഫ്ലൈറ്റിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിലേക്കുള്ള ഓട്ടത്തിൽ തീരെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. കിട്ടുന്നിടത്തു നിന്നൊക്കെ എന്നോട് കഴിയണ അതിലേക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടോ. പിന്നെ ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി. അവിടുന്ന് ഞങ്ങളെ ഉമ്മയും പിന്നെ കുട്ടി പട്ടാൾസിനിട്ടോ കൊണ്ടാകാൻ നീങ്ങിയത്. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടോ. പിന്നെ ഓലെ സ്നേഹപ്രകടനം മേമേ ആദി എന്നൊക്കെ വിളിച്ചാണ്ട് ഭയങ്കര സന്തോഷത്തിനില്ലുണ്ട് എല്ലാവരും. പിന്നെ പെട്ടി പൊട്ടിച്ച് എല്ലാവരെക്കാട്ടും പുതിയ ആദ്യം മോനെ കേട്ടോ പെട്ടി പൊട്ടിച്ചാൻ. അങ്ങനെ രാത്രി ആയപ്പോൾ എല്ലാവരും വന്നിട്ട് വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും കൂടിയാണ്ട് പെട്ടിയൊക്കെ പൊട്ടിച്ച് ഒരു 3 മാസം ഞങ്ങൾ തപ്പിത്തടിഞ്ഞുണ്ടാക്കിയ പെട്ടി 1/2 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ടോ. അതിപ്പോൾ അരീക്കോട് ആയാലും കീശ്ശേരി ആയാലും അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും സാധനങ്ങൾ കൊടുത്ത് എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ഓക്കെ, ഇനി നാട്ടിലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ